നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്ന് കരുതി നീ എന്റെ റൂമിൽ ഒളിഞ്ഞു നോക്കാൻ വരണ്ട, കേട്ടല്ല? ശിവാനിയും വസുവും ചേർന്നാണ് ജോസിനെ രാജിവെപ്പിച്ചതെന്ന് ഗൗതമിനെ അറിയിച്ചാലോ? നമുക്ക് അറിയിക്കാം. ആ പേരിൽ ശിവാനി ചേച്ചി പുറത്താക്കാൻ പറ്റിയ അതൊരു ലോട്ടറിയാ. എനിക്കും അത് തന്നെയാ തോന്നുന്നത്. ഗൗതമിന് മുന്നിൽ ശിവാനിയെ സംരക്ഷിക്കാൻ വസു പിന്നെ ശ്രമിക്കില്ല. സ്വന്തം ഇമേജ് സേഫ് ആക്കാനേ അവള് ശ്രമിക്കൂ. ഓക്കെ, എങ്കിൽ നമ്മൾ ഇന്ന് തന്നെ ഈ കള്ളക്കുളി പൊളിക്കും. ഏട്ടൻ വരട്ടെ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് മാഡം. ഹാർട്ടി വെൽക്കം മാഡം. താങ്ക് യു. സീറിനൊക്കെ നീ വിളിച്ച് ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നോ? 4 ഫ്ലെക്സ് കൂടെ അടിക്കാമായിരുന്നു. ഞാനൊന്നും ഏർപ്പാടാക്കിയതല്ല, ഇതൊക്കെ ഇവിടെ പതിവാണെന്നാ ഞാൻ കരുതിയേ. പിന്നെ സെക്രട്ടറിക്ക് പൊക്കോടുത്ത് സ്വീകരിക്കാൻ ഇവർക്ക് വട്ടല്ലേ? ഇത് നീ ഏർപ്പാടാക്കി തന്നെ. മാഡം ജോയിൻ ചെയ്യുന്ന കാര്യം പാർവതി മാഡം വിളിച്ച് പറഞ്ഞിരുന്നു. അതാ ഞങ്ങൾ സ്വീകരണം ഒരുക്കിയേ. അരമണിക്കൂർ മുമ്പാ മാഡം വിളിച്ചത്. കുറച്ചുകൂടെ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ സ്വീകരണം ഇതിലും ഗ്രാൻഡാക്കായിരുന്നു. അതെ അതെ, പാറു 1 മണിക്കൂർ മുമ്പ് വിളിക്കാത്തതുകൊണ്ട് താലപ്പൊലിയും ചെണ്ടമേളവും വെടിക്കെട്ടും എന്റെ വൈഫിന് മിസ്സായി. അതെ, ഞാൻ ആദ്യം എന്താ ചെയ്യണ്ട? ആദ്യം ജോലിക്ക് ജോയിൻ ചെയ്യണം, പിന്നെ എന്നെ അനുസരിക്കാൻ ശീലിക്കണം. വീട്ടിൽ നീയാണ് ബോസെങ്കിൽ ഇവിടെ ഞാനാണ് ബോസ്. എല്ലാവരുടെ മുമ്പ് ഒരു നാണം കൊടുത്തു. എല്ലാ വീട്ടിലും ഇത് തന്നെ അവസ്ഥ. ഭർത്താവ് ഓഫീസിൽ സിംഹമാണെങ്കിൽ വീട്ടിൽ സിംഹത്തിന് പുറത്തിരിക്കുന്ന ദുർഗയാണ് ഭാര്യ. റിസൈൻ ചെയ്തിട്ടും ജോത്സൻ എന്തിനാ ഓഫീസിൽ വന്നത്? അത് പിന്നെ സർ, പുതിയ സെക്രട്ടറിക്ക് ട്രെയിനിങ് കൊടുക്കാലെന്ന് കരുതി. ഞാൻ ഈ ആവശ്യം പറഞ്ഞപ്പോ പറ്റില്ല എന്നല്ലേ ജോത്സന് പറഞ്ഞത്? സാറിനോട് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോ വേണ്ടായിരുന്നെന്ന് തോന്നി. ഞാൻ ഇത്രയും കാലം ജോലി ചെയ്ത കമ്പനിയല്ലേ, പാടെ ഉപേക്ഷിച്ചു പോകുന്നത് ശരിയല്ലല്ലോ. പിരിഞ്ഞു പോകുന്നതിന്റെ ആനുകൂല്യങ്ങൾ കിട്ടില്ല എന്നുള്ള പേടി കൊണ്ടാണ് ഇന്നത്തെ വരവെങ്കിൽ അത് വേണ്ട. ഒരു നയാ പൈസ പോലും പിടിച്ചു വെക്കാതെ ബെനിഫിറ്റ്സ് അക്കൗണ്ടിലെത്തും. അതല്ല സർ, ഞാൻ മാഡത്തിന് ട്രെയിനിങ് കൊടുക്കാൻ തന്നെയാ വന്നത്. തൽക്കാലം റിസൈൻ ചെയ്ത സ്റ്റാഫിന്റെ ആവശ്യം ഈശ്വരമംഗലത്തിന് ആവശ്യമില്ല. ജോത്സനിക്ക് പോവാം. ഒന്ന് നിന്നേ, എനിക്ക് ട്രെയിനിങ് വേണം. അത് കഴിഞ്ഞിട്ട് ഇയാൾ പോയാൽ മതി. നിധി വെക്കോട്ടെ, നിന്നെ ജോലി പഠിപ്പിക്കാൻ ഇവിടെ വേറെ ആളുണ്ട്. പറ്റില്ല ഗൗതം, എനിക്ക് ഇവരിൽ നിന്ന് തന്നെ ജോലി പഠിക്കണം. ഓഫീസിൽ ഗൗതമിനെ ഭരിക്കാൻ വരികയല്ല ഞാൻ, പക്ഷേ ഈ ഒരു കാര്യത്തിൽ എനിക്ക് ഫ്രീഡം തരണം. എന്നെ കാണുന്നത് പോലും സാറിന് ദേഷ്യമാണ്. ഞാൻ പോയിക്കോളാം മാഡം. ശരിയാണ്, സാറിന് തന്നോട് ദേഷ്യമാണ്. അതുകൊണ്ട് സാറ് കാണാതെ താൻ എനിക്ക് ട്രെയിനിങ് തന്നാ മതി. വരാൻ. ജോൾസിനെ ഇത്ര പെട്ടെന്ന് റിസൈൻ ചെയ്യാൻ എന്താ കാരണം? എന്തോ പേഴ്സണൽ ഇഷ്യൂ ഉണ്ടെന്നാ കേട്ടത്. ഇതല്ലേ നമ്മൾ സെക്രട്ടറിമാർക്ക് തന്നിരിക്കുന്ന സീറ്റ്? അതെ മാഡം. നമ്മൾ ഇവിടെ ഇരുന്നിട്ട് ഗൗതം വിളിക്കുമ്പോ ചെല്ലണം അല്ലേ? അതെ. പിന്നെ നമ്മൾ തന്നെ എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്യണം. നേരിട്ട് പറയുന്നതെല്ലാം മെസ്സേജ് വഴി രേഖയാക്കുകയും വേണം. ഇതൊക്കെ എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് ജോത്സന്. മാഡത്തിന് എല്ലാം അറിയാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഒരു സെക്രട്ടറിയുടെ ഹാൻഡ് ബാഗിൽ MDക്ക് വേണ്ടതായി എന്തൊക്കെ വേണം? ബാഗിൽ എന്തൊക്കെ വേണം? ഹാൻഡ് ബാഗ് നമ്മുടെ പേഴ്സണൽ കാര്യമല്ലേ മാഡം? എന്നാലും നോട്ട് പാഡും പെന്നും ടാബും ഒക്കെ എടുത്ത് വെക്കാലോ. ഇട്ട് വെക്കാം. ജോൾസിനയുടെ ബാഗിൽ എന്തൊക്കെയുണ്ട്? പറ. എനിക്കും തന്റെ രീതി ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടാണ്.
ഞാനൊന്ന് നോക്കട്ടെ. തരൂ. അയ്യോ മാഡം വേണ്ട. ആ, കുഴപ്പമില്ല ജോത്സ്ന, തരൂ. തരാൻ. ഹ. ആ. ഇതെന്താ? ഈ പെൻ ഡ്രൈവുകളിൽ എന്താണെന്നാ ചോദിച്ചത്. അതൊക്കെ എന്റെ പേഴ്സണൽ ആവശ്യത്തിനുള്ളതാ മാഡം. എനിക്കിത് പരിശോധിക്കാമോ? എന്തിന്? എന്റെ വ്യക്തിപരമായ കാര്യങ്ങളിൽ മാഡം എന്തിനാ ഇടപെടുന്നത്? ഈ പെൻ ഡ്രൈവിലുള്ളത് നിന്റെ വ്യക്തിപരമായ കാര്യങ്ങളാണെന്ന് തെളിഞ്ഞാൽ ഈ ഓഫീസിലെ എല്ലാവരുടെയും മുൻപിൽ വെച്ച് പരസ്യമായി നിന്നോട് മാപ്പ് പറയാൻ ഞാൻ തയ്യാറാ. ഇനി അതല്ല, ജോലി റിസൈൻ ചെയ്ത് പോകുമ്പോ ഇത്രയും നാൾ അന്നം തന്ന കമ്പനിയെ ചതിക്കാനാണ് ഭാവമെങ്കിൽ നീ ഇവിടുന്ന് പോകുന്നത് ജയിലിലേക്കായിരിക്കും. എന്താ നിധി, എന്താ പ്രശ്നം? ഇത് മുഴുവൻ ഇവളുടെ ഹാൻഡ് ബാഗിൽ നിന്ന് കിട്ടിയതാ. ഇവളെ ധൃതി പിടിച്ച് റിസൈൻ ചെയ്തതിൽ തന്നെ എനിക്ക് സംശയം തോന്നിയതാ. റിസൈൻ ചെയ്തിട്ടും ഇവിടെ കറങ്ങുന്നത് കണ്ടപ്പോ എന്റെ സംശയം കൂടി. ഇവളിവിടുന്ന് എന്തെങ്കിലും ഇൻഫർമേഷൻ ചോർത്താൻ ശ്രമിച്ചതാണോന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അതിന് പെൻഡ്രൈവുകൾ പരിശോധിക്കണം. അത് കഴിഞ്ഞിവളെ വിട്ടാ മതി. ഏയ്, catch her. വാ. ഇതിലുള്ളത് മുഴുവൻ ഒഫീഷ്യൽ സീക്രട്സ് ആണ്. ഇതെല്ലാം ചോർത്താനാണ് ജോൺസൺ ശ്രമിച്ചത്. അങ്ങനെയാണെങ്കിൽ ഇതിനു മുൻപ് അവൾ പലതും ചോർത്തി കാണില്ലേ? കാണും. അടുത്ത കാലത്ത് നമുക്ക് ചില പരാജയങ്ങൾ സംഭവിച്ചിരുന്നു. മിഥുൻ CCTV ഹാർഡ് ഡിസ്കുകൾ കൊണ്ടുപോയതിനു ശേഷമായിരുന്നു അതല്ല. അതുകൊണ്ട് പരാജയങ്ങൾക്ക് പിന്നിൽ അവനാണെന്നാണ് ഞാൻ കരുതിയിരുന്നത്. ഇപ്പോഴാ സംശയം മാറി. കള്ളൻ കപ്പലിൽ തന്നെയായിരുന്നു. ജോൾസിന് അപ്പ ഇവിടെ ആർക്കോ വേണ്ടി ചാരപ്പണി ചെയ്യായിരുന്നു. അതെ, പക്ഷെ അമ്മയ്ക്ക് അവൾ വിശ്വസ്തയായിരുന്നു. ഒരിക്കലും അമ്മ അറിഞ്ഞുകൊണ്ട് നമ്മുടെ കമ്പനി ദ്രോഹിക്കില്ല. അപ്പോ വസുന്ധരാന്റി അവള് കയ്യിലെടുത്തതായിരിക്കും. ഗൗതം കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും വലിയ ആന്റിക്കാണെന്ന് അവൾക്ക് നന്നായിട്ട് അറിയാലോ. ആന്റി കൂടെയുള്ളപ്പോ ഗൗതം അടക്കം ആരെയും പേടിക്കേണ്ട ആവശ്യമില്ലാന്ന് അവൾക്കറിയാം. സർ, ജോൾസൺ ഒരു കാറിൽ കയറി രക്ഷപ്പെട്ടു. ഓഫീസിന് പുറത്ത് അവളെ കാത്തൊരു ഡൽഹി രജിസ്ട്രേഷൻ കാർ നിൽപ്പുണ്ടായിരുന്നു. അതിലാണ് അവൾ പോയത്. കാറിന്റെ രജിസ്ട്രേഷൻ നമ്പർ നോട്ട് ചെയ്തിട്ടുണ്ട്. അത് ഫേക്ക് നമ്പർ ആയിരിക്കും. അക്കാര്യത്തിൽ ഒരു സംശയം വേണ്ട. നിങ്ങൾ പോയിക്കോളൂ, ഞാൻ പോലീസിനെ വിളിച്ചോളാം. ശരി സാർ. അവൾ ഏതോ ശത്രുവിന്റെ ചട്ടുകമായിരുന്നു. അജ്ഞാതനായ ശത്രുവിന്റെ. രണ്ടിനെ ഞാൻ വെറുതെ വിടില്ല. എന്നെ തൊട്ടാ ചോദിക്കാൻ ആള് വരും. രാജാക്കന്മാരുടെ രാജാവ്, ചക്രവർത്തി. ഗൗതം, മിഥുനു പിന്നിലും അജ്ഞാതനായ ഒരു ശത്രു ഉണ്ടായിരുന്നു.
അവന്റെ ഭാഷയിൽ പറഞ്ഞാൽ രാജാക്കന്മാരുടെ രാജാവ്, ഒരു ചക്രവർത്തി. യെസ്, വിദേശത്തിരുന്ന് ചരട് വലിക്കുന്ന ശത്രു. ഒരുപക്ഷെ മിഥുനെയും ജോത്സ്നെയും വിലക്കെടുത്ത് നമുക്കെതിരെ ആയുധമാക്കിയത് ആ എംപറർ ആയിരിക്കും.